വീഡിയോ കണ്ടിരിക്കുന്ന എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഇന്ന് പുതിയൊരു വിഷയത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വിഷയം എന്താണെന്ന് പറയട്ടെ. നിങ്ങൾക്ക് പലർക്കും പലപ്പോഴും തോന്നിയിട്ടില്ലേ, ജീവിതം ശരിയായ ദിശയിലല്ല ഒഴുകുന്നത്, അല്ലെങ്കിൽ ജീവിതത്തിൽ അച്ചീവ് ചെയ്യാൻ എന്തൊക്കെയോ ഒരുപാട് കാര്യങ്ങൾ ആഗ്രഹിച്ചിരുന്നു, അതൊന്നും നേടാനായില്ല. അപ്പോൾ പലപ്പോഴും കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് ആ ലൈഫിൽ മിസ്സിങ് ആയ എന്തോ കാര്യങ്ങൾ അച്ചീവ് ചെയ്യണമെന്ന് നിങ്ങളിൽ പലർക്കും തോന്നിയിട്ടില്ല. എനിക്ക് തോന്നിയിട്ടുണ്ട്. ഒന്നുകൂടി എല്ലാം വീണ്ടും സ്റ്റാർട്ട് ചെയ്താലോ എന്നൊക്കെ എനിക്ക് പല പ്രാവശ്യം തോന്നിയിട്ടുണ്ട്. അപ്പോൾ എങ്ങനെ നമുക്ക് കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് നമുക്ക് കാര്യങ്ങൾ കൊണ്ടുപോകാം എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ലൈഫിൽ അച്ചീവ് ചെയ്യണമെന്ന് ആഗ്രഹിച്ച കാര്യങ്ങൾ ഒന്നുകൂടി എങ്ങനെ നമുക്ക് നേടിയെടുക്കാം എന്നുള്ളൊരു ചിന്ത നിങ്ങളുടെ ലൈഫിൽ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ലൈഫ് ശരിയായ ട്രാക്കിലാണ്, അല്ലെങ്കിൽ ഈ വിഷമങ്ങളിൽ വളരെ പോസിറ്റീവായിട്ട് നിങ്ങൾക്ക് ചിന്തിക്കാൻ കഴിയുന്നുള്ളത് അത് വളരെ ഒരു ബെറ്റർ സൈനാണ്. അപ്പോൾ നമുക്ക് എന്തുകൊണ്ട് നമ്മുടെ ലൈഫ് ഒന്നുകൂടി ബെറ്ററായി റീസ്റ്റാർട്ട് ചെയ്തുകൂടാ? സീറോയിൽ നിന്ന് വീണ്ടും നമുക്ക് ഒന്നുകൂടി തുടങ്ങിക്കൂടെ? പൂജ്യത്തിൽ നിന്ന് വീണ്ടും ഒന്നുകൂടി ലൈഫ് തുടങ്ങിക്കൂടെ? ഇതാണ് ഇന്നത്തെ എൻ്റെ വീഡിയോയുടെ വിഷയം. അതിനുവേണ്ടി കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് ഷെയർ ചെയ്യാം. അതിൽ ഒന്നാമതായി എനിക്ക് പറയാനുള്ളത്, നമ്മൾ ലൈഫിൽ ഇങ്ങനെ ഒരു തീരുമാനം എന്തായാലും എടുത്തു, ആ ഒരു ഡിസിഷൻ എടുക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. അപ്പോൾ അങ്ങനെ ഒരു ഡിസിഷൻ നിങ്ങൾക്ക് എടുക്കാൻ കഴിഞ്ഞിട്ടുള്ളെങ്കിൽ നിങ്ങൾ സക്സസിൻ്റെ പാതയിലാണ്, അല്ലെങ്കിൽ വിജയത്തിൻ്റെ പാതയിലാണ് എന്ന് തന്നെ 100% വിശ്വസിക്കുക. ഇനി അതിനു വേണ്ടി ഇപ്പോൾ നിങ്ങൾ പലരും ചിന്തിക്കുന്നത്, ഇപ്പോൾ സഡനായിട്ട് ലൈഫിൽ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു ചേഞ്ച് കൊണ്ടുവരുമ്പോൾ മറ്റുള്ളവർ എന്ത് ചിന്തിക്കും എന്നതായിരിക്കും, അല്ലേ? അല്ലെങ്കിൽ ഇത്രയും ദിവസം ഇല്ലാതെ ഞാൻ വളരെ പെട്ടെന്ന് ഇങ്ങനെ ലൈഫിൽ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ ആൾക്കാർ എന്ത് പറയും? അപ്പോൾ അതിന് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങളുടെ ലൈഫ് കൺട്രോൾ ചെയ്യുന്നത് മറ്റുള്ളവരല്ല, നിങ്ങളുടെ ലൈഫ് കൺട്രോൾ ചെയ്യേണ്ടത് നിങ്ങളാണ്. നിങ്ങളുടെ മൈൻഡ് സെറ്റ് അനുസരിച്ച്, അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിൽ എന്താണോ തോന്നുന്നത് അതനുസരിച്ച് ശരിയായൊരു തീരുമാനമെടുത്ത് ലൈഫ് മുമ്പോട്ട് കൊണ്ടുപോകേണ്ടത് നിങ്ങളുടെ മാത്രം ഉത്തരവാദിത്വമാണ്. മറ്റുള്ളവർ പറയുന്നതിലോ മറ്റുള്ളവരുടെ അഭിപ്രായങ്ങളിലോ അല്ല നിങ്ങൾ ജീവിക്കേണ്ടത് എന്നുള്ളത് ഒന്നാമത്തെ കാര്യം. ഇനി നിങ്ങളിപ്പോൾ ചിന്തിക്കുന്നത്, മറ്റുള്ളവർ, അതായത് നിങ്ങളുടെ ഫ്രണ്ട്സ്, നിങ്ങളുടെ ഫാമിലിയൊക്കെ ഇങ്ങനെ സഡനായിട്ട് ഓരോ ചേഞ്ചസ് കൊണ്ടുവരുമ്പോൾ എന്ത് ചിന്തിക്കും എന്നതായിരിക്കും. സത്യം പറഞ്ഞാൽ അവരാരും ഒന്നും ചിന്തിക്കില്ല എന്നുള്ളതാണ് റിയാലിറ്റി. കാരണം ഇപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സിനായാലും നിങ്ങളുടെ ഫാമിലിയിലെ മറ്റുള്ള മെമ്പേഴ്സിനായാലും അവർക്ക് അവരുടേതായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്, അവരെല്ലാം ബിസിയാണ്. അപ്പോൾ നിങ്ങൾ കരുതുന്ന പോലെ നിങ്ങൾ ഒരു ചെറിയ ചേഞ്ച് കൊണ്ടുവന്നാൽ അത് ശ്രദ്ധിക്കാൻ പോലും ചിലപ്പോൾ ആരും ഉണ്ടാകണമെന്നില്ല. അതുകൊണ്ട് ഇങ്ങനെയുള്ള നെഗറ്റീവ് ചിന്തകൾ കളയുക എന്നുള്ളതാണ്. കാരണം മറ്റുള്ളവരുടെ ചിന്തകളിലല്ല, മറ്റുള്ളവരുടെ സംസാരത്തിലല്ല, മറ്റുള്ളവരുടെ അഭിപ്രായങ്ങളിലല്ല നമ്മൾ ജീവിക്കേണ്ടത്. നമ്മൾ ജീവിക്കേണ്ടത് നമുക്ക് എടുക്കുന്ന ഒരു ശരിയായ തീരുമാനത്തിലൂടെ വളരെ പോസിറ്റീവായിട്ടാണ് നമ്മൾ നമ്മുടെ മൈൻഡ് സെറ്റ് അനുസരിച്ചാണ് ചെയ്യേണ്ടത് കാര്യങ്ങൾ. അപ്പോൾ അതൊന്നും മനസ്സിലാക്കുക. സോ അവോയ്ഡ് ദീസ് ടൈപ്സ് ഓഫ് തോട്ട്സ്. ഈ ചിന്തകളെയൊക്കെ ലൈഫിൽ നിന്ന് ഒന്ന് മാറ്റുക എന്നുള്ളതാണ് ആദ്യമായി നിങ്ങൾ ചെയ്യേണ്ടത്. അപ്പോൾ അതിന് ഒരു കാര്യം കൂടി പറയട്ടെ. നമ്മൾ ലൈഫിൽ ഇപ്പോൾ പോകുന്നത് വളരെ കംഫർട്ട് സോണിലായിരിക്കും, അതായത് നമുക്ക് യാതൊരു ബുദ്ധിമുട്ടുകളും ഇല്ല, ലൈഫ് ഒന്ന് റീഅറേഞ്ച് ചെയ്യണമെന്നൊക്കെ ഉണ്ട്. പക്ഷേ ഇപ്പോൾ വലിയ ബുദ്ധിമുട്ടും പ്രശ്നങ്ങളും ഇല്ലാതെ അങ്ങനെ പോകുന്നുണ്ട്. കറക്റ്റ് സമയത്ത് എണീക്കുന്നുണ്ട്, ഫുഡ് കഴിക്കുന്നുണ്ട്, അല്ലെങ്കിൽ കുറേ സമയം മടി പിടിച്ച് ഫോണൊക്കെ നോക്കിയിരിക്കുന്നുണ്ട്, പിന്നെ പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളായിരിക്കും. അപ്പോൾ ഈ ഒരു കംഫർട്ട് സോൺ നമ്മൾ ആദ്യം ബ്രേക്ക് ചെയ്യാൻ തയ്യാറാവുക എന്നുള്ളതാണ് ഫസ്റ്റ് ചെയ്യേണ്ട കാര്യം. പിന്നെ ചേഞ്ചസ് കൊണ്ടുവരാനുള്ള തീരുമാനം എന്തായാലും ഏത് നിമിഷം, ഈ നിമിഷമാണ് തോന്നുന്നതെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ അങ്ങനെ ഒരു ചേഞ്ച് കൊണ്ടുവരേണ്ട ഒരു സമയം ഇതാണ് എന്ന് ചിന്തിക്കുക. അപ്പോൾ അങ്ങനെ ഒരു ചിന്ത വന്നാൽ തന്നെ സഡനായിട്ട് നിങ്ങൾ അതിനു വേണ്ടി വളരെ ആക്റ്റീവായിട്ട് അതിനുവേണ്ടി അടുത്ത കാര്യങ്ങൾ, നെക്സ്റ്റ് സ്റ്റെപ്പിലോട്ട് പോവുക എന്നുള്ളതാണ്. അപ്പോൾ മടി പിടിച്ചിരിക്കുമ്പോഴേക്കും ഞാൻ ചെയ്യുന്നൊരു കാര്യം പറയട്ടെ, ഒരു 5 സെക്കൻഡ് റൂൾ. അതായത് ഇപ്പോൾ എനിക്ക് ചില ദിവസം എനിക്ക് ഒന്നും ചെയ്യാൻ തോന്നാറില്ല, അല്ലെങ്കിൽ വളരെ മടിയായിട്ട് ഇങ്ങനെ ഇരിക്കാൻ തോന്നും. ചില ദിവസം വീഡിയോ ചെയ്യണമെന്നൊക്കെ ഉണ്ട്, പക്ഷേ എന്തെങ്കിലും ഒരു ടോപ്പിക്ക് നോക്കാനോ അല്ലെങ്കിൽ അതിനു വേണ്ടി എന്തെങ്കിലും ചെയ്യാനോ ഒന്നും എനിക്കൊരിക്കലും അങ്ങനെ ഒരു മൈൻഡ് വരാറില്ല. അല്ലെങ്കിൽ വളരെ മടിയായിട്ട് തോന്നുമ്പോഴൊക്കെ ഞാൻ വിചാരിക്കും, എൻ്റെ യൂട്യൂബ് ചാനലിൽ എല്ലാ ദിവസവും ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ ലൈഫിലെ എൻ്റെ ഒരു ലക്ഷ്യം, അല്ലെങ്കിൽ എൻ്റെ ഒരു ആഗ്രഹം. അപ്പോൾ എന്തുകൊണ്ട് അത് ഈ നിമിഷം തന്നെ ചെയ്തുകൂടാ എന്നുള്ള ചിന്തയിൽ ഒരു 5 സെക്കൻഡ് റൂൾ, 5 4 3 2 1 അല്ലെങ്കിൽ സ്റ്റാർട്ട്. അപ്പോൾ ഇങ്ങനെ പറഞ്ഞിട്ട് ഞാൻ എന്ത് ചെയ്യും, ഞാൻ എന്ത് ടോപ്പിക് ഇന്ന് എടുക്കാം, അല്ലെങ്കിൽ ഇന്ന് എന്തിനെ പറ്റി സംസാരിക്കാം, ഇങ്ങനെയുള്ള കാര്യങ്ങളിലോട്ട് പോകും. കാരണം നമ്മൾ മടി പിടിച്ചിരുന്നാൽ നമ്മളെ മോട്ടിവേറ്റ് ചെയ്യാൻ ആരും വരില്ല. പലപ്പോഴും നമുക്ക് മനുഷ്യരങ്ങനെയാണ്, നമ്മൾ എത്ര പോസിറ്റീവ് ആവണമെന്ന് വിചാരിച്ചാലും പല സമയത്തും പല നെഗറ്റീവ്സും നമ്മളെ ബാക്കിലോട്ട് വലിക്കും, അല്ലെങ്കിൽ ഇതെന്തിനാണ് ചെയ്യുന്നതെന്നൊക്കെ തോന്നും. പക്ഷേ അങ്ങനെ വരുമ്പോഴേക്കും ഈ ഒരു 5 സെക്കൻഡ് റൂൾ എന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. കാരണം എപ്പോഴാണോ ചെയ്യാൻ തോന്നുന്നത്, എത്ര ബിസി ആയിട്ടിരിക്കുന്നതിൻ്റെ ഇടയിലായാലും ഈ ഒരു ടോപ്പിക്കിനെ പറ്റി എന്തുകൊണ്ട് എഴുതിക്കൂടാ, എന്തുകൊണ്ട് സംസാരിച്ചുകൂടാന്ന് തോന്നുമ്പോൾ
ഞാൻ അപ്പോഴും തന്നെ അതിന് ഒരു പേനയും പേപ്പറും എടുത്ത് അപ്പോഴും തന്നെ ഞാനത് സ്റ്റാർട്ട് ചെയ്ത് വെക്കാറുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് മറ്റുള്ളവരുടെ അഭിപ്രായങ്ങളിലല്ല, നിങ്ങളുടെ സ്വന്തം മൈൻഡ് പറയുന്ന അനുസരിച്ച് അല്ലെങ്കിൽ ആ ഒരു മൈൻഡ് സെറ്റിലാണ് നിങ്ങൾ കാര്യങ്ങൾ ചെയ്യേണ്ടത്. അതുകൊണ്ട് തന്നെ ലൈഫ് ഒന്നേന്ന് തുടങ്ങാം അല്ലെങ്കിൽ സീറോയിൽ നിന്ന് തുടങ്ങാം എന്ന് ചിന്തിക്കുമ്പോൾ ആദ്യം നമ്മുടെ ലൈഫിൽ കൊണ്ടുവരേണ്ട ചേഞ്ചസ് നമ്മൾ കൊണ്ടുവരിക എന്നുള്ളതാണ്. ഇനി അതിനുവേണ്ടി രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത്, ഇതുവരെയുള്ള ലൈഫ് എങ്ങനെയായിരുന്നാലും അത് കഴിഞ്ഞു പോയി, നമുക്കതിൽ ഇനി തിരുത്തലുകളൊന്നും ചെയ്യാൻ പറ്റില്ല അല്ലെങ്കിൽ നമുക്കതിലെ മാറ്റങ്ങളൊന്നും വരുത്താൻ പറ്റില്ല എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ പാസ്റ്റിൽ എന്തെങ്കിലും ഇൻസിഡൻറ്റ് അല്ലെങ്കിൽ വളരെ വിഷമിപ്പിക്കുന്ന എന്തെങ്കിലും സംഭവങ്ങൾ, എന്തെങ്കിലും ട്രോമയിലേക്ക് വിഷമിച്ചിരിക്കുന്ന ഒരാളാണെങ്കിൽ ആ ഒരു സ്വഭാവം കൂടി നിങ്ങൾ ഈ നിമിഷം മുതൽ സ്റ്റോപ്പ് ചെയ്യുക എന്നുള്ളതാണ്. കാരണം നിങ്ങൾ അതോർത്ത് കഴിഞ്ഞത് എന്തായാലും കഴിഞ്ഞു, നിങ്ങൾ അതോർത്ത് വിഷമിച്ചാൽ നിങ്ങൾക്ക് അതിന് ഒരിക്കലും മാറ്റാനാവില്ല എന്നുള്ളതാണ്. പക്ഷേ നമ്മുടെ ഫ്യൂച്ചറിലേക്ക് ഫോക്കസ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഈ പ്രസൻറ്റ് ടൈമിൽ ഇനി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളതിലേക്കാണ് നമ്മുടെ എനർജി ഫോക്കസ് ചെയ്യേണ്ടത്. അപ്പോൾ അതിനുവേണ്ടി ആദ്യം ചെയ്യേണ്ടത് പാസ്റ്റിനെ അക്സെപ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ഇങ്ങനെ സംസാരിക്കുമ്പോൾ ഇങ്ങനെയൊക്കെ പറയുമെങ്കിലും പലപ്പോഴും നമ്മുടെ പാസ്റ്റിലുള്ള പല സംഭവങ്ങളും നമുക്ക് മറക്കുക അല്ലെങ്കിൽ അത് അവോയ്ഡ് ചെയ്യുക എന്നുള്ളത് വളരെ ഹാർഡാണ്. പക്ഷേ മനുഷ്യനാണ്, നമുക്ക് ചെയ്യാൻ കഴിയാത്തതായി ഒന്നുമില്ല, അത് മനസ്സിലാക്കുക. നമ്മുടെ മനസ്സ് നമ്മൾ എന്ത് ട്രെയിൻ ചെയ്യുമോ അതുപോലെ നമ്മുടെ മനസ്സ് മാറും. നമ്മുടെ മനസ്സിന് വളരെ അപാരമായ കഴിവുകളുണ്ട്. നമ്മൾ വിചാരിക്കുന്നതിനപ്പുറമാണ് നമ്മുടെ ഓരോരുത്തരുടെയും കഴിവുകൾ. നിങ്ങളിൽ പലർക്കും നിങ്ങളുടെ കഴിവുകൾ എന്താണെന്ന് നിങ്ങൾ ഇനിയും തിരിച്ചറിഞ്ഞിട്ടില്ലായിരിക്കും എന്നുള്ളതാണ് വാസ്തവം. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇനി പഴയ കാര്യങ്ങൾ ഓർക്കണ്ട, അല്ലെങ്കിൽ ആ ഓർമ്മ വരുമ്പോൾ നിങ്ങൾ വേറെ എന്തെങ്കിലും എൻഗേജ്ഡ് ആവുക, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഇഷ്ടമുള്ളൊരു പാട്ട് കേൾക്കുക, അല്ലെങ്കിൽ ഇഷ്ടമുള്ള ബുക്സ് വായിക്കുക, വേറെ എന്തെങ്കിലും TV പ്രോഗ്രാം കാണുക, ഒരു മോട്ടിവേഷൻ വീഡിയോ കാണുക. ഇങ്ങനെ എന്തെല്ലാം മാർഗ്ഗങ്ങളിലൂടെ നമുക്ക് മനസ്സിൽ വരുന്ന ഈ ഒരു നെഗറ്റീവ് തോട്ട്സിനെ ഒഴിവാക്കാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു പാസ്റ്റിനെ അക്സെപ്റ്റ് ചെയ്യുക എന്നുള്ളത് നിരന്തരം നമ്മൾ അതിനുവേണ്ടി പരിശ്രമിക്കുമ്പോൾ നമുക്കത് കഴിയും എന്നുള്ളത് വളരെ 100% സത്യമായിട്ടുള്ളൊരു കാര്യമാണ്. നമുക്ക് ഇഷ്ടമില്ലാത്ത അല്ലെങ്കിൽ നമ്മളെ സങ്കടപ്പെടുത്തുന്ന ഓർമ്മകൾ നമ്മൾ ഒഴിവാക്കുക. അപ്പോൾ അതിനുവേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങളുടെ എനർജി ഫോക്കസ് ചെയ്യേണ്ടത് നിങ്ങൾ സ്വപ്നം കണ്ടതുപോലെയുള്ള ഒരു ഡ്രീം ലൈഫ് ഉണ്ടാക്കിയെടുക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അല്ലാതെ അതിനുവേണ്ടി ആദ്യം പാസ്റ്റിനെ പറ്റി ആലോചിച്ച് വിഷമിക്കുന്നത് നിർത്തുക. പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ എന്താണോ അതിനുവേണ്ടി ലൈഫിൽ എപ്പോഴും നിങ്ങൾ സംസാരിക്കുക, അല്ലെങ്കിൽ അതിനുവേണ്ടി സ്വപ്നം കാണുക. ആ ഒരു പോസിറ്റീവായിട്ട് എന്ത് ചെയ്യാം, അല്ലെങ്കിൽ അങ്ങനെയുള്ള ചിന്തകൾ കൊണ്ടുവരുന്നതിന്, അങ്ങനെയുള്ള മൈൻഡ് സെറ്റ് കൊണ്ടുവരുന്നതിന് എന്ത് കാര്യങ്ങൾ ചെയ്യാം എന്നുള്ള കാര്യങ്ങൾ ആലോചിക്കുക. ഇനി തേർഡ് പോയിന്റ്, നിങ്ങളൊരു റീസ്റ്റാർട്ടിങ് പ്ലാൻ ചെയ്യുമ്പോൾ വളരെ പ്രോപ്പറായിട്ട്, വളരെ ക്ലിയർ ആയിട്ട്, അല്ലെങ്കിൽ വളരെ ക്ലാരിറ്റിയോട് കൂടി എന്ത് ചേഞ്ചാണ് നിങ്ങളുടെ ലൈഫിൽ കൊണ്ടുവരേണ്ടത് എന്നുള്ളത് വ്യക്തമായി പ്ലാൻ ചെയ്യുക. ഇപ്പോൾ എന്തായാലും നമ്മുടെ ലൈഫിൽ ഒരു ലക്ഷ്യം വേണം. ഒരു ലക്ഷ്യം ഇല്ലാത്ത ഒരാളിനെ ലൈഫ് മുമ്പോട്ട് കൊണ്ടുപോകുക എന്നുള്ളത് വളരെ ഹാർഡാണ്, അല്ലെങ്കിൽ നമുക്കൊന്നും ചെയ്യാനില്ല എന്നുള്ളതാണ് അതിൻ്റെ ഒരു വാസ്തവം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ലൈഫിൽ ഒരു ലക്ഷ്യം ഉണ്ടാക്കിയെടുക്കുക. അപ്പോൾ നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾക്ക് നേടേണ്ട ഒരു ലക്ഷ്യം നിർബന്ധമായി വേണം, അല്ലെങ്കിൽ നിങ്ങളുടെ ഈ ചേഞ്ചിന് യാതൊരു അർത്ഥവും ഇല്ലാതായി പോകും. അതുകൊണ്ട് തന്നെ ആഗ്രഹിച്ച ഒരു ജീവിതം നേടുന്നതിന് എവിടെ എന്ത് മാറ്റമാണ് നിങ്ങളുടെ ലൈഫിൽ കൊണ്ടുവരേണ്ടത് എന്നുള്ളത് നിങ്ങളൊന്ന് ചിന്തിക്കുക. ഇപ്പം നിങ്ങളുടെ കരിയർ ചൂസ് ചെയ്യുന്നതിനായിരിക്കും, അതല്ലെങ്കിൽ ഒരു എക്സാം എഴുതി ജയിക്കുന്നതിനായിരിക്കും, പുതിയൊരു ജോബ് നിങ്ങൾക്ക് നേടിയെടുക്കുന്നതിനായിരിക്കും, അല്ലെങ്കിൽ ഒരു കാറ് വാങ്ങാൻ, ഒരു വീട് വയ്ക്കാൻ. അപ്പോൾ എന്തോ ആയിക്കോട്ടെ, നിങ്ങളുടെ ലൈഫിൽ ഒരു കുഞ്ഞു ലക്ഷ്യമെങ്കിലും നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ അതിനുവേണ്ടി കറക്റ്റായിട്ട് ഒരു ചേഞ്ച് എന്താണ് നിങ്ങൾ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നത് എന്നുള്ളത് വളരെ ക്ലാരിറ്റിയോട് കൂടി അങ്ങനെ ഒരു ചേഞ്ച് നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യുക, അത് സെലക്ട് ചെയ്യുക. എത്രയും പെട്ടെന്ന് നിങ്ങളുടെ ലൈഫിൽ അത് പ്രാവർത്തികമാക്കുക എന്നുള്ളതാണ്. പ്രാക്ടിക്കലായിട്ട് അത് നടപ്പിലാക്കാൻ നോക്കുക. ഈ നെക്സ്റ്റ് പോയിന്റ്, ആ ഒരു ലക്ഷ്യം നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് രീതിയിലും അതിനുവേണ്ടി ഹാർഡ് വർക്ക് ചെയ്യുക. പല സമയത്തും എൻ്റെ പഴയ ലൈഫ് തന്നെയായിരുന്നു നല്ലത് എന്ന് പറഞ്ഞിട്ട് റിവേർട്ടായിട്ട് പഴയ ലൈഫിലേക്ക് പോകാൻ വേണ്ടി പലപ്പോഴും നമ്മുടെ മൈൻഡ് ശ്രമിക്കും. പക്ഷേ ആ സമയത്തൊക്കെ നിങ്ങൾ വളരെ പോസിറ്റീവായിട്ട് മുമ്പോട്ട് തന്നെ പോയിക്കൊണ്ടിരിക്കുക. അതിന് നിങ്ങളുടെ മനസ്സിൽ ഒരു വ്യക്തമായ ലക്ഷ്യം വേണം എന്നാണ് ഞാൻ ഇതിന് മുമ്പത്തെ പോയിന്റിൽ പറഞ്ഞത്. അപ്പോൾ ആ ഒരു ലക്ഷ്യം, അല്ലെങ്കിൽ ആ ഒരു ലക്ഷ്യത്തിനേക്കാൾ പ്രധാനം നിങ്ങൾ ഇപ്പോൾ വർക്ക് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ്, അല്ലെങ്കിൽ ഈ നിമിഷം നിങ്ങൾ എന്ത് ചെയ്യുന്നു എന്നുള്ളതാണ്. ലക്ഷ്യം എന്തായാലും നമ്മൾ ഈ പ്രോസസ്സ് പഞ്ച്വലായിട്ട് കൊണ്ടുപോയാൽ, കൺസിസ്റ്റൻ്റ് ആയിട്ട് കൊണ്ടുപോയാൽ ആ ലക്ഷ്യത്തിലേക്ക് നിങ്ങൾക്ക് എത്താൻ പറ്റും. അതിന് യാതൊരു സംശയവും ഇല്ല. പക്ഷേ നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത് ഈ പ്രസൻറ്റ് ടൈമിലുള്ള ആക്ടിവിറ്റീസിനാണ്. കർമ്മം ചെയ്യുക. അപ്പോൾ ആ ഒരു റിസൾട്ട് എന്തായാലും ഉറപ്പായും നിങ്ങളിലേക്ക് എത്തിച്ചേർന്നിരിക്കും എന്നുള്ളത് വളരെ സത്യമായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ അതിനുവേണ്ടി നിരന്തരം എന്നുള്ളത് വീണ്ടും വീണ്ടും പറയുകയാണ്, കൺസിസ്റ്റൻ്റ് ആയിട്ട് എല്ലാ ദിവസവും നിങ്ങൾ അതിനുവേണ്ടി പ്ലാൻ ചെയ്ത് എഴുതി വെച്ച് അതിനുവേണ്ടി ഹാർഡ് വർക്ക് ചെയ്യുക. ഇതുവരെയുള്ള ലൈഫ് എന്തോ ആയിക്കോട്ടെ,
ഏതായാലും ആ ഒരു പ്രസൻറ്റ് സിറ്റുവേഷൻ നിങ്ങൾ അക്സെപ്റ്റ് ചെയ്തിട്ടാണ് നിങ്ങൾ ഈ ഒരു ചേഞ്ചിന് വേണ്ടി തുടങ്ങിയത് എന്നുള്ളത് മനസ്സിലാക്കുക. അതുകൊണ്ട് തന്നെ എത്രയൊക്കെ നിങ്ങളെ ബാക്കിലോട്ട് പല ആൾക്കാരും നീ എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നത്, നിനക്ക് പഴയതുപോലെ പോരായിരുന്നു, അല്ലെങ്കിൽ അത് തന്നെയായിരുന്നു നല്ലത്, എന്തിനാണ് ഇങ്ങനെ ആയിരുന്നു കഷ്ടപ്പെടുന്നത്, ഇങ്ങനെയൊക്കെ ഒരുപാട് നെഗറ്റീവ് കമൻസും അഭിപ്രായങ്ങളും നമ്മുടെ ചുറ്റുപാടുന്നും ഒരുപാട് ആൾക്കാർ പറയും. നമുക്കതൊക്കെ കേൾക്കേണ്ടി വരും. അതൊക്കെ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാം. അതിനാണ് 2 ചെവിയുള്ളത്. ഈ ചെവിയിൽ കൂടെ കേട്ട് ഇപ്പുറത്തെ ചെവിയിൽ കൂടെ അതെല്ലാം കളയുക. എന്നിട്ട് നമ്മൾ എന്തിലാണോ ഫോക്കസ് ചെയ്തിരിക്കുന്നത് അത് മാത്രമായിരിക്കണം നമ്മുടെ മനസ്സിലുള്ള ചിന്ത എന്ന് പറയുന്നത്. ഒരിക്കലും അതിൽ നിന്ന് പിന്മാറാതിരിക്കുക. അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇനി നെക്സ്റ്റ് പോയിന്റ്, നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ പല പരാജയങ്ങളോടും ഉള്ള പേടി കാരണമായിരിക്കും ഇതുവരെ നിങ്ങൾ ഇങ്ങനെയുള്ള ഒരു കാര്യത്തിന് അല്ലെങ്കിൽ ഒരു ചേഞ്ചിന് തയ്യാറാവാത്തത്, അല്ലെങ്കിൽ ഒരു ലക്ഷ്യങ്ങൾക്ക് വേണ്ടിയും നിങ്ങൾ ഇറങ്ങിത്തിരിക്കാത്തത്. അപ്പോൾ മനസ്സിൽ എന്തിനെ പറ്റി ആയാലും ആ ഒരു പേടി, പരാജയത്തിനോടുള്ള പേടിയോ എന്ത് പേടിയായാലും, അല്ലെങ്കിൽ ചേഞ്ചസ് കൊണ്ടുവരാനുള്ള പേടിയോ എന്ത് പേടിയായാലും ആ പേടി ഉപേക്ഷിക്കുക. നിങ്ങൾ വിശ്വസിക്കേണ്ടത് നിങ്ങളുടെ കഴിവിലാണ്. നിങ്ങൾക്ക് ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ടായിരിക്കും. പക്ഷേ ആ ഒരു നിങ്ങൾക്ക് കഴിയില്ല എന്ന് പറഞ്ഞ് വിശ്വസിക്കുന്ന ആ ഒരു ലിമിറ്റേഷൻസ് എല്ലാം ശരിയാകണമെന്നില്ല. കാരണം നിങ്ങൾ വിശ്വസിക്കുന്നത് പോലെ ആയിരിക്കില്ല. നിങ്ങൾക്ക് അതിനേക്കാൾ ഒരുപാട് കഴിവുകൾ കാണും. അപ്പോൾ നിങ്ങളുടെ എല്ലാ ലിമിറ്റേഷൻസിനെയും വളരെ ഭംഗിയായിട്ട് പോസിറ്റീവ് ആക്കി എടുക്കാൻ നിങ്ങൾക്ക് കഴിയണം എന്നുള്ളതാണ്. കാരണം നിങ്ങളുടെ ആ ഒരു പോസിറ്റീവ് ആക്കി എടുക്കുമ്പോൾ, അല്ലെങ്കിൽ നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്യുമ്പോൾ, പല കാര്യങ്ങളും അച്ചീവ് ചെയ്യുമ്പോഴാണ് നിങ്ങൾ നിങ്ങളുടെ ലൈഫിൽ വിശ്വസിച്ചിരുന്ന പല കാര്യങ്ങളും തെറ്റിപ്പോയി, അല്ലെങ്കിൽ നിങ്ങൾ വിചാരിച്ചത് തെറ്റായിരുന്നു എന്ന് നിങ്ങൾക്ക് തന്നെ മനസ്സിലാവുന്നത്. അതിനുവേണ്ടി നമ്മൾ പരിശ്രമിക്കുക എന്നുള്ളതാണ്. പരിശ്രമിച്ച ഓരോ കാര്യങ്ങളും നമ്മൾ വിചാരിച്ചതുപോലെ ചെറിയ ചെറിയ ലക്ഷ്യങ്ങളാണെങ്കിലും അത് അച്ചീവ് ചെയ്യുമ്പോഴാണ് ഞാൻ വിചാരിച്ചതിനേക്കാൾ എനിക്ക് കഴിവുണ്ടായിരുന്നു, അല്ലെങ്കിൽ ഞാൻ വിചാരിച്ചതിനേക്കാൾ ഞാൻ ഒരുപാട് ബെറ്റർ ആയിരുന്നു എന്ന് നമ്മൾ തന്നെ നമ്മളെ സ്വയം മനസ്സിലാക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് മനസ്സിൽ വേരൂന്നിയ പല ചിന്തകളെയും, അല്ലെങ്കിൽ എനിക്ക് കഴിയില്ല എന്നുള്ള പല ചിന്തകളെയും നിങ്ങൾ മനസ്സിൽ നിന്ന് വേരോടെ പിഴുതെറിയുക. കൺസിസ്റ്റൻ്റായ ഹാർഡ് വർക്കിലൂടെ മനുഷ്യന് ഈ ലോകത്ത് നേടാൻ കഴിയാത്തതായി ഒന്നുമില്ല എന്നുള്ളത് മനസ്സിലാക്കുക. കാരണം മനുഷ്യൻ എങ്ങനെയാണ്, മനുഷ്യൻ്റെ മനസ്സിൻ്റെ കഴിവെന്ന് പറയുന്നത് അപാരമാണ്, നമ്മൾ ചിന്തിക്കുന്നതിന് അപ്പുറമാണ്. പക്ഷെ നമ്മളത് സ്വയം തിരിച്ചറിഞ്ഞ് അതിനുവേണ്ടി നമ്മൾ പരിശ്രമിക്കുക. നമുക്ക് വിജയത്തിലേക്ക് എത്താൻ എളുപ്പവഴികളൊന്നുമില്ല. അതിനാകെയുള്ള ഒരേ ഒരു ലക്ഷ്യം എന്താണ്, നമ്മൾ നിരന്തരം അതിനുവേണ്ടി പ്രാക്ടീസ് നിരന്തരം പ്രാക്ടീസ് ചെയ്യുക, നിരന്തരം അതിനുവേണ്ടി ട്രൈ ചെയ്യുക എന്നുള്ളതാണ്. നെക്സ്റ്റ് 6th പോയിന്റ്, ട്രസ്റ്റ് യുവർ എയിംസ് ആൻഡ് പാത്ത് എന്നുള്ളതാണ്. നിങ്ങളുടെ വഴികൾ അല്ലെങ്കിൽ നിങ്ങളുടെ ലക്ഷ്യങ്ങളെ നിങ്ങൾ എപ്പോഴും വിശ്വസിക്കുക. ഞാൻ നേരത്തെ പറഞ്ഞു, ആര് നിങ്ങളെ എന്തൊക്കെ പറഞ്ഞ് പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചാലും അവരുടെ വാക്കുകളൊന്നും ഒരിക്കലും കേൾക്കാതിരിക്കുക, ഒരിക്കലും മുഖവിലയ്ക്ക് എടുക്കാതിരിക്കുക. നിങ്ങൾക്ക് ഒരു സ്വന്തമായ ഒരു തീരുമാനമുണ്ട്, നിങ്ങൾക്കൊരു ലക്ഷ്യമുണ്ട്. ആ ലക്ഷ്യത്തിന് വേണ്ടി കഠിനമായി പരിശ്രമിക്കുക. ഇപ്പോൾ നിങ്ങളുടെ ലക്ഷ്യങ്ങളിൽ എടുത്ത ഡിസിഷൻസിൽ അടിയുറച്ച് വിശ്വസിക്കുക. ഒരുപക്ഷെ നിങ്ങൾ നിങ്ങളുടെ ഒരു പാഷൻ ഫോളോ ചെയ്യുന്നതായിരിക്കും, അല്ലെങ്കിൽ സമൂഹത്തിലെ മറ്റു പല ആൾക്കാരും ചെയ്യുന്നത് പോലെ നിങ്ങളുടെ ലൈഫ് വളരെയധികം സേഫ് ആക്കുന്നതിന്, വളരെയധികം സെക്യൂർ ആക്കുന്നതിന് നിങ്ങൾ നല്ലൊരു തീരുമാനം എടുത്തതായിരിക്കും. അപ്പോൾ എന്ത് തന്നെ ആയാലും ചുറ്റുമുള്ളവർ പറയുന്നത് കേൾക്കാതെ, അല്ലെങ്കിൽ ചുറ്റുമുള്ളവർ നിങ്ങളെ നെഗറ്റീവ്സ് പറഞ്ഞ് തളർത്താൻ ശ്രമിക്കും. അതിലൊന്നും നിങ്ങൾ ചെവി കൊടുക്കാനേ നിൽക്കരുത്. പകരം നിങ്ങൾ നിങ്ങളുടെ കഴിവിൽ വിശ്വസിക്കുക, നിങ്ങളുടെ ഗട്ട്സിൽ വിശ്വസിക്കുക, നിങ്ങളുടെ വിൽ പവറിൽ വിശ്വസിക്കുക. ആ ഒരു വിശ്വാസമാണ് എനിക്ക് കഴിയും എന്നുള്ള ആ ഒരു പോസിറ്റീവ് മൈൻഡാണ് നിങ്ങളെ വിജയത്തിലെത്തിക്കുന്നത്. അതുകൊണ്ട് തന്നെ എപ്പോഴും അതിനുവേണ്ടി ഹാർഡ് വർക്ക് ചെയ്യുക. ഈ ഒരു പോസിറ്റീവ് മൈൻഡ് സെറ്റ് ഒരിക്കലും നഷ്ടപ്പെടുത്താതിരിക്കുക. അഥവാ എന്തെങ്കിലും ഒരു കാര്യങ്ങൾ നെഗറ്റീവ് ആയാൽ പോലും ഞാൻ എന്തിനാണ് ഇതിനെ ഇറങ്ങി തിരിച്ചത്, അല്ലെങ്കിൽ ഞാൻ എന്തുകൊണ്ട് വീണ്ടും പഴയ ലൈഫിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നു, അതൊരിക്കലും എനിക്ക് ചേർന്നതല്ല, എൻ്റെ കഴിവുകൾ ഒരുപാടുണ്ട്, എനിക്ക് ഇനിയും ഹൈറ്റ്സിൽ എത്താൻ പറ്റും എന്നുള്ളത് നമ്മളെ പറഞ്ഞു പഠിപ്പിക്കാം. ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, നമ്മുടെ ലൈഫിൻ്റെ ഉത്തരവാദിത്വം, അല്ലെങ്കിൽ നമ്മുടെ ലൈഫിൻ്റെ വിജയം, നമ്മുടെ സക്സസ് എന്ന് പറയുന്നത് മറ്റാരുടെയും ഉത്തരവാദിത്വമല്ല, മറ്റാരുടെയും പങ്കല്ല. അത് നമ്മുടെ മാത്രം ഉത്തരവാദിത്വമാണ്. ഒരു വിജയിക്കുന്ന ഒരു ഹൈറ്റ്സിൽ എത്തുക, അല്ലെങ്കിൽ നമ്മുടെ ലൈഫിൽ എയിം ചെയ്ത ഒരു അച്ചീവ്മെൻറ്റ് നേടിയെടുക്കുക എന്നുള്ളത് നമ്മുടെ മാത്രം ഒരു ആഗ്രഹമാണ്, അല്ലെങ്കിൽ നമ്മുടെ മാത്രം താല്പര്യമാണ്, നമ്മുടെ മാത്രം നേട്ടമാണ്, നമ്മുടെ ലൈഫാണ് എന്നുള്ളത്. മറ്റൊരാൾ എന്നെ മോട്ടിവേറ്റ് ചെയ്ത് എന്നെ വിജയിപ്പിക്കും, മറ്റൊരാൾ എന്നെ ഹെൽപ്പ് ചെയ്ത് എന്നെ ഞാൻ വിചാരിച്ച കാര്യങ്ങൾ എനിക്ക് അച്ചീവ് ചെയ്യാൻ സഹായിക്കും എന്നുള്ള ചിന്തകൾ, എപ്പോഴും ചിന്തകൾ അങ്ങനെ വന്നാലും അത് മനസ്സിൽ നിന്ന് കളയുക. ഞാനായിരിക്കണം എൻ്റെ ഏറ്റവും നല്ല മോട്ടിവേറ്റർ, ഞാനായിരിക്കണം എൻ്റെ ഏറ്റവും നല്ല സപ്പോർട്ടർ. അല്ലാതെ മറ്റൊരാൾ സഹായിക്കും എന്നുള്ള ചിന്തകൾ ഈ നിമിഷം ഉപേക്ഷിക്കുക എന്നുള്ളതാണ്. അതിന് നമ്മൾ നമ്മുടെ വിൽ പവർ, നമ്മുടെ കഴിവ്, പിന്നെന്താണ്, നമ്മുടെ ആ ഒരു ഗട്ട്സിൽ വിശ്വസിക്കുക എന്നുള്ളതാണ്. നെക്സ്റ്റ് 7th പോയിന്റ്, നിങ്ങളിൽ അടിയുറച്ച് വിശ്വസിക്കുക എന്നുള്ളത് തന്നെയാണ്. പിന്നെ
പ്രിപ്പയർ ഫോർ ഫെയിലിയർ എന്നുള്ളതാണ്. കാരണം നമ്മളിപ്പോൾ എല്ലാ കാര്യങ്ങളും നമ്മൾ ലൈഫിൽ വിജയിക്കുന്നത് പോലെ ഒരു പക്ഷേ നടന്നില്ലെങ്കിൽ പോലും ഒരിക്കലും നിരാശരാവാതിരിക്കുക. ഇപ്പോൾ ഫസ്റ്റ് ചാൻസിൽ തന്നെ നിങ്ങൾ വിജയിക്കുന്ന കാര്യങ്ങൾ അച്ചീവ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ പോലും നമ്മൾ ആ വിജയത്തിൻ്റെ തൊട്ടടുത്ത് എത്തി എന്നുള്ളത് മനസ്സിലാക്കുക. അല്ലെങ്കിൽ ആ പരാജയങ്ങൾ തളരാതെ നമ്മൾ വീണ്ടും ഹാർഡ് വർക്ക് ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പോൾ ഒരു എക്സാം തന്നെ നിങ്ങൾ എഴുതി ഒരു പക്ഷേ വിജയിച്ച ഒരു നിങ്ങൾ എക്സാമിന് നിങ്ങൾ വിചാരിച്ചതുപോലെ ഉള്ളൊരു വിജയം നിങ്ങൾക്ക് കൈവരിക്കാൻ പറ്റിയില്ലെങ്കിൽ പോലും നിങ്ങൾക്ക് നെക്സ്റ്റ് ചാൻസിൽ ഉറപ്പായിട്ട് അത് കിട്ടും. കാരണം നിങ്ങൾ ഒരു പ്രാവശ്യം അതിനു വേണ്ടി പ്രിപ്പയർ ചെയ്തതാണ്, അത് അറ്റൻഡ് ചെയ്തതാണ്. അപ്പോൾ അതുകൊണ്ട് ഒരിക്കലും തളരാതിരിക്കുക. ആ ഒരു പരാജയം എന്ന് പറയുന്നത് വിജയത്തിലേക്കുള്ള ഒരു സ്റ്റെപ്പ് സ്റ്റോൺ ആണ്. നിങ്ങൾക്ക് കയ്യെത്തി പിടിക്കാവുന്നിടത്താണ് വിജയം എന്നുള്ളത് മനസ്സിലാക്കുക. പരാജയങ്ങളിൽ ഒരിക്കലും തോറ്റു പോവാതിരിക്കുക, അല്ലെങ്കിൽ തോൽവി സമ്മതിക്കാതിരിക്കുക. അതുകൊണ്ട് തന്നെ നമ്മുടെ മനസ്സിനെ എപ്പോഴും വിജയമായാലും പരാജയമായാലും അത് അക്സെപ്റ്റ് ചെയ്യാനുള്ളൊരു മനസ്സ് നമ്മൾ ഉണ്ടാക്കിയെടുക്കുക. അതും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇനി ഒരുപാട് പുതിയ ഓപ്പർച്യൂണിറ്റീസ് ലൈഫിൽ വരും. അതിന് തന്നെ എപ്പോഴും നമ്മൾ നന്ദിയുള്ളവരായിരിക്കുക എന്നുള്ളതാണ്. ആ ഒരു ഗ്രാറ്റിറ്റ്യൂഡ് എപ്പോഴും മനസ്സിൽ പറയുക. നിങ്ങൾ വിശ്വസിക്കുന്ന ദൈവത്തിനോടോ ഈശ്വരനോടോ ആരോടായാലും ആ ഒരു ശക്തിയോടെ എപ്പോഴും നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് എപ്പോഴും നമ്മൾ മനസ്സിൽ പറയുക. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ബുക്ക് വയ്ക്കാം, അതിൽ നിങ്ങൾക്ക് ഈ കാര്യങ്ങളൊക്കെ ഒന്ന് എഴുതി വയ്ക്കാം. വളരെ നിങ്ങൾ ഡീമോട്ടിവേറ്റ് ആകുമ്പോൾ അല്ലെങ്കിൽ വളരെ നെഗറ്റീവ് ആകുമ്പോൾ നിങ്ങൾ വളരെ ഹാപ്പി ആയിട്ടിരുന്ന സമയം എഴുതി വെച്ച ആ ഒരു ബുക്സ് അല്ലെങ്കിൽ അതൊന്ന് എടുത്തിട്ട് ആ ഒരു പേജ് ഒന്ന് വായിക്കുക. അപ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ വളരെയധികം പോസിറ്റീവ് ആവും എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ ഒരു ഗ്രാറ്റിറ്റ്യൂഡ് ജേർണൽ കീപ്പ് ചെയ്യാൻ പറ്റുമെങ്കിൽ അത് വളരെ നമ്മൾ ഓരോ ദിവസവും ചെറിയ ചെറിയ അച്ചീവ്മെൻ്റ് ആണെങ്കിൽ പോലും എഴുതി വെക്കുക, ഡേറ്റ് ഇട്ട് തന്നെ എഴുതി വെക്കുക. അപ്പോൾ നമ്മൾ സങ്കടപ്പെടുമ്പോൾ നമുക്ക് അതെടുത്ത് നോക്കാം, എന്തെല്ലാം നേട്ടങ്ങളാണ് എൻ്റെ ലൈഫിൽ ഞാൻ അച്ചീവ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു നിമിഷവും കടന്നു പോകും എന്നുള്ളത് നമുക്ക് സ്വയം നമ്മളെ പറഞ്ഞ് മനസ്സിലാക്കാൻ വളരെ ഈസി ആയിരിക്കും എന്നുള്ളതാണ്. ഇനി ലൈഫിൽ നമ്മൾ ഇതുപോലെ എന്തായാലും നമ്മൾ സീറോയിൽ നിന്ന് തുടങ്ങാൻ ശ്രമിച്ചു. നമ്മൾ അതിനുവേണ്ടി നിരന്തരം ഹാർഡ് വർക്ക് ചെയ്യാണ്. അപ്പോൾ പലപ്പോഴും പല ഹാർഡായിട്ടുള്ള അവസരങ്ങളും നമുക്ക് അല്ലെങ്കിൽ സിറ്റുവേഷൻസ് നമുക്ക് ഫേസ് ചെയ്യേണ്ടി വരും. ആ സമയത്തൊന്നും പരാജയം സമ്മതിക്കാതെ വളരെ പോസിറ്റീവായിട്ട് തന്നെ മുമ്പോട്ട് പോകുക. ഒരു കാര്യം എപ്പോഴും മനസ്സിൽ അടിവരയിട്ട് ഉറപ്പിക്കുക, എന്തൊക്കെ സംഭവിച്ചാലും എത്രയൊക്കെ ഹാർഡ് വർക്ക് ചെയ്യേണ്ടി വന്നാലും എത്രയൊക്കെ ബുദ്ധിമുട്ടുകൾ ലൈഫിൽ ഫേസ് ചെയ്യേണ്ടി വന്നാലും ഞാൻ ഒരിക്കലും എൻ്റെ പഴയ ലൈഫിലേക്ക് തിരികെ പോകില്ല എന്നുള്ള ഒരു തീരുമാനം നിങ്ങൾ 100% അങ്ങനെ ഒരു ഉറപ്പ് നിങ്ങൾക്ക് കൊടുക്കുക. അല്ലെങ്കിൽ നിങ്ങൾ മനസ്സിൽ അങ്ങനെ ഒരു കാര്യം അടിവരയിട്ട് ഉറപ്പിക്കുക. എന്തൊക്കെ വന്നാലും ഞാൻ ഇനി എൻ്റെ മടി പിടിച്ച അല്ലെങ്കിൽ എൻ്റെ കുത്തഴിഞ്ഞ ഒരു പഴയ ലൈഫിലേക്ക് ഞാൻ ഒരിക്കലും പോകില്ല. ഞാൻ സീറോയിൽ നിന്ന് തുടങ്ങിയതാണ്, എനിക്ക് അതിൻ്റെ ഒരു പ്രോഗ്രസ് ഉണ്ട് എൻ്റെ ലൈഫിൽ. അത് എത്ര ഹാർഡ് വർക്ക് ചെയ്തായാലും ഞാനത് അച്ചീവ് ചെയ്യും എന്നുള്ളത് തന്നെ തീരുമാനിക്കുക. അപ്പോൾ നമ്മൾ മാത്രമല്ല, ജീവിതത്തിൽ ഒരുപാട് പരാജയങ്ങൾ ഏറ്റുവാങ്ങി ലൈഫിലൊരു ചേഞ്ച് കൊണ്ടുവരണം, അല്ലെങ്കിൽ പൂജ്യത്തിൽ നിന്ന് വീണ്ടും തുടങ്ങണമെന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് ആൾക്കാർ ഈ ലോകത്തുണ്ട് എന്നുള്ളത് മനസ്സിലാക്കുക. ഈ വീഡിയോ കാണുന്ന പലരും ഈ നിമിഷം അല്ലെങ്കിൽ വളരെയധികം നമുക്ക് നമ്മുടെ ലൈഫിൽ ചേഞ്ച് കൊണ്ടുവരാൻ പറ്റും എന്ന് വിചാരിച്ചിട്ട് അല്ലെങ്കിൽ അങ്ങനെ ഒരു തീരുമാനം എടുക്കുന്നതാണ്. ഞാൻ ഈ പറഞ്ഞ ഇത്രയും വാക്കുകൾ നിങ്ങൾ കേട്ടു എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ സന്തോഷം എന്നുള്ളത്. അതൊരു ചെറിയ ലക്ഷ്യത്തിനാണെങ്കിൽ പോലും നിങ്ങളുടെ കഴിവ് ഉപയോഗിച്ച് നിങ്ങൾക്ക് നിരന്തരം ഹാർഡ് വർക്ക് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് മുമ്പോട്ട് പോകാം എന്നൊരു പോസിറ്റീവ് ഒരു ഇൻസ്പിറേഷൻ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഞാൻ ഈ പറഞ്ഞ വാക്കുകൾ നിങ്ങൾക്ക് അത് മനസ്സിലായി, അല്ലെങ്കിൽ ആ വാക്കുകൾക്കൊരു വിലയുണ്ട് എന്നുള്ളത് എനിക്ക് വളരെ സന്തോഷം തരുന്നൊരു കാര്യമാണ്. അപ്പോൾ എന്ത് തന്നെ ആയാലും ലൈഫ് നമ്മൾ വളരെ പോസിറ്റീവായിട്ട് മുമ്പോട്ട് കൊണ്ടുപോകുക. നമ്മൾ പാസ്റ്റിലെ സങ്കടങ്ങളിലോ ഇനി ഫ്യൂച്ചറിൽ ഒരുപാട് ഫ്യൂച്ചറിനെ പറ്റി ചിന്തിക്കേണ്ടതല്ല, ചിന്തിക്കണം. പക്ഷെ അതിനെപ്പറ്റി ഒരുപാട് ആദ്യ പിടിച്ച് ഉറക്കമില്ലാതെ വിഷമിച്ചിരിക്കുന്നതിലോ അല്ല നമ്മുടെ ലൈഫ്. ഈ നിമിഷം നമ്മൾ അതിനു വേണ്ടി എന്ത് ചെയ്യുന്നു, നമ്മുടെ എനർജി ഫുൾ ഫോക്കസ് ചെയ്യേണ്ടത് ഈ നിമിഷം നമ്മൾ ചെയ്യുന്ന ഹാർഡ് വർക്കിലാണ്, അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന ആക്ടിവിറ്റീസിലാണ്. അപ്പോൾ അതിനുവേണ്ടി എപ്പോഴും നിരന്തരം അതിനുവേണ്ടി ഹാർഡ് വർക്ക് ചെയ്യുക. ബി പോസിറ്റീവ്. അപ്പോൾ ഇതാണ് നമുക്ക് എങ്ങനെ പൂജ്യത്തിൽ നിന്ന് വീണ്ടും തുടങ്ങാം, അല്ലെങ്കിൽ ലൈഫ് എങ്ങനെ നമുക്ക് വീണ്ടും വളരെ പോസിറ്റീവായിട്ട് റീസ്റ്റാർട്ട് ചെയ്യാം എന്നുള്ളൊരു വിഷയത്തിൽ ഞാൻ നിങ്ങളോട് പങ്കുവയ്ക്കണമെന്ന് ആഗ്രഹിച്ച കാര്യങ്ങൾ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ എന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. എന്നെ ഇന്ന് ആദ്യമായാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ അല്ലെങ്കിൽ കേൾക്കുന്നതെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള നോട്ടിഫിക്കേഷൻസിൻ്റെ ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യുക. ഇതുപോലുള്ള വീഡിയോസ് ഇനിയും വരും, അപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ നിങ്ങളുടെ വിലപ്പെട്ട സമയമാണ് നിങ്ങൾ ഓരോരുത്തരും എന്നെ കണ്ടിരിക്കുന്നത്. അതിന് ഒരുപാട് നന്ദി അറിയിക്കുന്നു. ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത എല്ലാവരോടും വളരെ ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു. അപ്പോൾ നിങ്ങളുടെ കമൻസ് അറിയിക്കുക. അപ്പോൾ എന്ത് തന്നെ ആയാലും എത്രയൊക്കെ വിഷമങ്ങൾ ലൈഫിൽ വന്നാലും
ആ വിഷമങ്ങളിലൊന്നും തളർന്നു പോകാതിരിക്കുക. എല്ലാവരുടെ ലൈഫിലും വിഷമങ്ങളുണ്ട്, എല്ലാവരുടെ ലൈഫിലും ഒരുപാട് സങ്കടങ്ങളുണ്ട്. നമ്മൾ കാണുന്ന മനുഷ്യരെല്ലാം നമ്മളെക്കാൾ ഒരുപാട് സങ്കടങ്ങളിലൂടെ കടന്നു പോകുന്നവരാണ്. പക്ഷെ അവരൊക്കെ ആ സങ്കടങ്ങൾക്ക് അപ്പുറം അവരുടെ ലൈഫിൽ സന്തോഷം കണ്ടെത്തി അല്ലെങ്കിൽ ലൈഫ് വളരെ പോസിറ്റീവായിട്ട് മുമ്പോട്ട് കൊണ്ടുപോകാൻ പഠിച്ചവരാണ്. നമ്മൾ അതുപോലെ തന്നെ ആയിരിക്കണം. എത്രയൊക്കെ സങ്കടങ്ങൾ വന്നാലും ഈ സങ്കടങ്ങൾ മാറും, അല്ലെങ്കിൽ ഈ സമയവും കടന്നു പോകും എന്നുള്ളത് എപ്പോഴും മനസ്സിൽ ഓർക്കാം. അപ്പോൾ എല്ലാവർക്കും എല്ലാവിധ നന്മകളും നേരുന്നു, എല്ലാവിധ വിജയാശംസകളും ഉണ്ടാവട്ടെ. പുതിയൊരു വിഷയമായിട്ട് വീണ്ടും നാളെ കാണാം. അതുവരെ എല്ലാവർക്കും നന്ദി.